പ്രൊപ്പോർഷനിങ് ഓഫ് ദ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ. ഓക്കെ, കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ എങ്ങനെയാണ് പ്രൊപ്പോർഷനിങ് ചെയ്യുക, പ്രോപ്പറായിട്ട് അതിന്റെ സൈസും കാര്യങ്ങളും ഫൗണ്ടേഷന്റെ ഡെപ്തും ഒക്കെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് ആയിട്ട് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് തമ്പ് റൂൾ പ്രകാരമാണ് അധികവും സൈസുകളും കാര്യങ്ങളും എടുക്കുക. അതായത് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, ഇവർ ചെയ്തിട്ടുള്ളതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ബേസിസിൽ ഇത്രയൊക്കെ ഓരോ കേസിലും കൊടുക്കണം എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എത്രയാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പ്രൊപ്പോർഷനിങ് ഓഫ് ദ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ. ഡിസൈൻ ഓഫ് എ റീറ്റെയിനിങ് വാൾ ഇൻവോൾവ്സ് the determination of its dimensions and the amount of steel required. Before starting the actual analysis of the retaining wall, some preliminary dimensions are to be assumed. These are assumed on the basis of some thumb rules and these are as follows. അപ്പോൾ നമ്മളൊരു റീറ്റെയിനിങ് വാൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അതിൽ പ്രൊവൈഡ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് ടെൻഷൻ വരുന്ന സോണിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഓരോ ഇതിന്റെ ഡയമെൻഷൻസും നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത് വെക്കാനുണ്ട്. അതായത് ഇപ്പം സ്ലാബിന് ഇത്ര, ബേസ് സ്ലാബിന് ഇത്ര തിക്നെസ് പ്രൊവൈഡ് ചെയ്യണം, ഇത്ര ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ സ്റ്റെമ്മിന് ഇത്ര തിക്നെസ് പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം അത് സെലക്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഒക്കെ വരുന്ന സമയത്ത് അത് സേഫ് ആണോ എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ എടുക്കണമല്ലോ, നമ്മൾ അസ്യൂം ചെയ്യണമല്ലോ, ഇതിന് ഇത്ര കൊടുക്കാം, ഇതിന് ഇത്ര കൊടുക്കാം എന്ന് പറഞ്ഞ് എടുക്കണമല്ലോ, എടുത്തിട്ടാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ എടുക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബിഫോർ സ്റ്റാർട്ടിങ് ദ ആക്ച്വൽ അനാലിസിസ് ഓഫ് എ റീറ്റെയിനിങ് വാൾ, സം പ്രിലിമിനറി ഡയമെൻഷൻസ് ആർ ടു ബി അസ്യൂംഡ്. ദീസ് ആർ അസ്യൂംഡ് ഓൺ ദ ബേസിസ് ഓഫ് സം തമ്പ് റൂൾസ് ആൻഡ് ദീസ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ചില തമ്പ് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. തമ്പ് റൂൾസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസ്. ഓക്കെ, ഇത്രയൊക്കെ എടുക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഞാൻ നേരത്തെ ഫിഗറിൽ കാണിച്ചു. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക H1 അല്ലെങ്കിൽ H മിനിമം എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഈ H1 എന്ന് പറഞ്ഞിട്ട് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ H1 അല്ലെങ്കിൽ H മിനിമം ആണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഓക്കെ, അതായത് ഈ ഗ്രൗണ്ട് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട്, ബാക്ക് ഫില്ലിന് കറസ്പോണ്ടിങ് ആയിട്ടല്ല, ഇപ്പുറത്തെ സൈഡിൽ ഗ്രൗണ്ട് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് നമ്മൾ കുഴിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ഡെപ്ത് മാറിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, എത്ര ഡെപ്തിലാണ് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടത്, അതാണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, H മിനിമം. ദ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് റാങ്കിൻസ് ഫോർമുല. അപ്പൊ റാങ്കിൻസ് ഫോർമുലേനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ റാങ്കിൻസ് ഫോർമുല നിങ്ങൾക്ക് അറിയുണ്ടാവും, ജിയോടെക്കിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ H1 ഈസ് ഈക്വൽ ടു H മിനിമം. H1 എന്നോ H മിനിമം എന്നോ പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1 - sin phi ഡിവൈഡ് ബൈ 1 + sin phi ഹോൾ സ്ക്വയർ ഇൻറ്റു സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ബൈ ഗാമ. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ഫൈ എന്താണെന്നുള്ള ഞാൻ പറഞ്ഞിരുന്നു, ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് ആണ്. SBC സേഫ് ബെയറിംഗ് കപ്പാസിറ്റി വേണമെങ്കിൽ Q എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ആർ എന്ന് പറയുന്നത്, ഗാമ എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ് സോയിലിന്റെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡെപ്ത് ഫൗണ്ടേഷൻ കൊടുക്കണം എന്നുള്ളത് കിട്ടും. ഓക്കെ, വേർ H മിനിമം ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ബിലോ ദ സർഫസ്, SBC സേഫ് ബെയറിംഗ് കപ്പാസിറ്റി, ഗാമ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ, ബൈ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഓഫ് ആംഗിൾ ഓഫ് റീപോസ്. അപ്പൊ H1 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് H1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് പറഞ്ഞത്. അപ്പം 1 - sin phi ഡിവൈഡ് ബൈ 1 + sin phi ഹോൾ സ്ക്വയർ ഇൻറ്റു സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ബൈ ഗാമ എന്നുള്ളതാണ്. രണ്ടാമത്തത് ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ. അപ്പൊ ഈ ഒന്നാമത്തെ നമുക്ക് ഡെപ്ത് കണ്ടുപിടിച്ചു, ഇനി രണ്ടാമത്തത് ഓവറോൾ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓവറോൾ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. If height of the material to be retained is given, then depth of foundation is added to the height of material to be retained to get total height of the retaining wall H. If the height of the material to be retained is given, then depth of foundation is added to the height of the material to be retained to get the total height. ഇപ്പോൾ എത്രയാണ് റീറ്റെയിൻ ചെയ്യേണ്ട ഹൈറ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതിന്റെ കൂടെ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ അല്ലെങ്കിൽ ഓവറോൾ ഹൈറ്റ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുക എങ്ങനെയായിരിക്കും, അതായത് ഇത്ര ഡെപ്ത് വരെ
അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോയിൽ റീറ്റെയിൻ ചെയ്യിക്കുന്ന രീതിയിൽ ഒരു റീറ്റെയിനിങ് വാൾ ഡിസൈൻ ചെയ്യാനാ പറയാം. അപ്പൊ നമുക്ക് തരിക ഗ്രൗണ്ട് ലെവലിൽ അങ്ങോട്ടുള്ള ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, ടു റീറ്റെയിൻ സോയിൽ ഓഫ് ഹൈറ്റ് 4 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ എന്ന് പറഞ്ഞിട്ടായിരിക്കും തരിക. അപ്പം ഗ്രൗണ്ട് ലെവലിന്റെ മേലോട്ടായിരിക്കും ആ ഡിസ്റ്റൻസ്. ഓക്കെ, ഗ്രൗണ്ട് ലെവലിന്റെ മേലോട്ട് എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ടിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ഇത്രയും ഹൈറ്റിലുള്ള സോയിലാണ് റീറ്റെയിൻ ചെയ്യേണ്ടതെന്നായിരിക്കും നമുക്ക് തരാം. ഓക്കെ, ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, റീറ്റെയിൻ ചെയ്യേണ്ട ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഹൈറ്റാണ്. ഇത് നമ്മൾ ഫൗണ്ടേഷനൊക്കെ എടുക്കുമ്പോൾ ടോട്ടൽ വരുന്ന ഹൈറ്റ് ആണ് ഇത്. ഓക്കെ, ശരിക്കും റീറ്റെയിൻ ചെയ്യേണ്ട ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് റീറ്റെയിനിങ് വാളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫൗണ്ടേഷനൊക്കെ കൊടുക്കുമ്പോൾ ഈ സൈഡിൽ ഇത്രയും വരുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഹൈറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പം മുന്നേ ചെയ്ത പോലെ ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനും കിട്ടും. അപ്പൊ H1 പ്ലസ് ഈ ഹൈറ്റ് ആയിരിക്കും, ഇതെത്രയാണോ ആ ഹൈറ്റ് ആയിരിക്കും നമ്മൾ ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്ന H. ഓക്കെ, അപ്പൊ ഈ ഹൈറ്റ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ ഗിവൺ ആയിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അതും ഈ H1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പൊ രണ്ടാമത് ചെയ്യേണ്ടത് ഓവറോൾ ഹൈറ്റ് ആണ്, അതായത് ഹൈറ്റ് ഓഫ് ദ റീറ്റെയിനിങ് വാൾ, ടോട്ടൽ ഹൈറ്റ് ആണ്, ക്യാപിറ്റൽ H. ഓക്കെ, അപ്പോൾ ഇഫ് ഹൈറ്റ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി റീറ്റെയിൻഡ് ഈസ് ഗിവൺ, അതായത് ഹൈറ്റ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി റീറ്റെയിൻ എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് ഗിവൺ ആണെങ്കിൽ H1 കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഈസ് ഗിവൺ, ദെൻ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ആഡഡ് ടു ദ height of the material to be retained to get the total height of retaining wall H. അപ്പൊ രണ്ടാമത് ടോട്ടൽ ഹൈറ്റ് H നമുക്ക് കിട്ടും. ഫസ്റ്റ് ഫൗണ്ടേഷൻ ഡെപ്ത് കണ്ടുപിടിച്ചു ഇക്വേഷൻ പ്രകാരം, അതിനുശേഷം ക്യാപിറ്റൽ H എന്ന് പറയുന്നത് എത്രയാണോ റീറ്റെയിൻ ചെയ്യേണ്ട ഹൈറ്റ് അതിന്റെ കൂടെ ഫൗണ്ടേഷന്റെ ഡെപ്തും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ബേസ് വിഡ്ത്ത് B. ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ബേസ് വിഡ്ത്ത്. ഓക്കെ, അതായത് ബേസ് സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് വിഡ്ത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു തമ്പ് റൂൾ പ്രകാരമാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ എക്സാക്ട് അനാലിസിസ് ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ബേസ് വിഡ്ത്ത് B വാരീസ് ഫ്രം 0.4H to 0.6H. അപ്പം ബേസ് വിഡ്ത്ത് എത്രയാണ് കൊടുക്കേണ്ടത്? നോർമലി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസും അനാലിസിസ് ഒക്കെ ചെയ്തതിന്റെ ബേസിസിൽ നമുക്ക് 0.4H to 0.6H എടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നത്തെ സ്റ്റെപ്പിൽ കിട്ടി. ഓവറോൾ ഹൈറ്റ് ആണ്, റീറ്റെയിനിങ് വാളിന്റെ ഹൈറ്റ് ആണ്, ടോട്ടൽ ഹൈറ്റ് ആണ്. ആ ടോട്ടൽ ഹൈറ്റിന്റെ 0.4H എത്രയാന്ന് നോക്കുക, അതുപോലെ 0.6H എത്രയാന്ന് നോക്കുക. ഈ രണ്ട് വാല്യൂസോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ റൗണ്ട് ചെയ്തിട്ട് ഏത് വാല്യൂ ആണ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം Hന്റെ 0.4 to 0.6H നമുക്ക് എന്ത് ചെയ്യാം, ബേസ് വിഡ്ത്ത് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി നെക്സ്റ്റ് വൺ, തിക്നെസ് ഓഫ് ബേസ് സ്ലാബ്. തിക്നെസ് ഓഫ് ബേസ് സ്ലാബ് എന്ന് പറയുന്നത് ഇതാണ്, ഈ തിക്നെസ് ആണ് ഈ ബേസ് സ്ലാബിന്റെ തിക്നെസ്. ഓക്കെ, നിങ്ങൾക്ക് ഫിഗറിൽ കാണാം ഈ തിക്നെസ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഫോർ ദ പ്രിലിമിനറി അനാലിസിസ് ദ തിക്നെസ് ഓഫ് ബേസ് സ്ലാബ് ഈസ് അസ്യൂംഡ് ടു ബി H/10 to H/15. ഓക്കെ, അപ്പോൾ ഇതിന്റെ തിക്നെസ് നമുക്ക് H/10 to H/15 അസ്യൂം ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലുള്ള അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഏകദേശം അസ്യൂം ചെയ്തിട്ട് വാല്യൂ എടുക്കാം. അസ്യൂം ചെയ്ത് എടുക്കുന്ന എങ്ങനെയാണ് എടുക്കുന്നത്? H/10 to H/15 എടുക്കാം. ആ ഓവറോൾ ഹൈറ്റിന്റെ 1/10 മുതൽ 1/15 വരെ അതിന്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂ അല്ലെങ്കിൽ ഈ രണ്ട് വാല്യൂസോ നമുക്ക് എന്തെടുക്കാം, അവിടെ തിക്നെസ് ഓഫ് ബേസ് സ്ലാബ് അല്ലെങ്കിൽ ഓവറോൾ ഡെപ്ത് ഓഫ് ബേസ് സ്ലാബ് എന്നുള്ള രീതിയിൽ എടുക്കാം. വേർ H ഈസ് ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ. H എന്ന് പറയുന്നത് ടോട്ടൽ ആ റീറ്റെയിനിങ് വാളിന്റെ ടോട്ടൽ ഹൈറ്റ് അല്ലെങ്കിൽ ഓവറോൾ ഹൈറ്റ് ആണ്. ഓക്കെ, ദ മിനിമം തിക്നെസ് ഓഫ് ബേസ് സ്ലാബ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 300 mm. പിന്നെ വേറൊരു കാര്യം, ഒരു കാരണവശാലും ബേസ് സ്ലാബിന്റെ തിക്നെസ് 300 mm കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ H/10 to H/15 ചെയ്തിട്ട് 300 കുറവാണെങ്കിൽ അവിടെ മിനിമം 300 തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം ബേസ് സ്ലാബിന്റെ തിക്നെസ് 300 mm മിനിമം ഉണ്ടായിരിക്കണം. അതിനേക്കാളും കൂടുതലാണ് വരുന്നെങ്കിൽ H/10 to H/15 എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് അതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, ദ തിക്നെസ് അസ്യൂം ഷുഡ് ബി ചെക്ക് ഫോർ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് റിക്വയർമെന്റ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ശരിക്കും ഈ തിക്നെസ് എടുക്കുന്നത്. ആ ടോട്ടൽ ഹൈറ്റിന്റെ H/10 to H/15 എടുക്കുക എന്നുള്ള രീതിയിൽ അത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ അത് എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇത് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രിലിമിനറി ആയിട്ട്, അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ അസ്യൂം ചെയ്തെടുക്കാം. പിന്നീട് ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതുമായിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യാം, നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, അത് എടുക്കുന്നത് H/10 to H/15 ആണ്. മിനിമം 300 ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് തിക്നെസ് ഓഫ് സ്റ്റെം. സ്റ്റെമ്മിന്റെ തിക്നെസ്.
സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബേസ് ലാബ് ആയി അല്ലെ, അതായത് ആദ്യം നമ്മൾ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചു, ഓവറോൾ ഹൈറ്റ് എത്രയാന്നുള്ളത് കണ്ടുപിടിച്ചു, അതിനുശേഷം ബേസ് വിഡ്ത്ത് എത്രയാന്നുള്ളത് എടുത്തു, അതിനുശേഷം ഈ ബേസ് ലാബിന്റെ തിക്നെസ് എത്രയാന്നുള്ളത് എടുത്തു. ഓക്കെ, ഇനി എടുക്കുന്നത് സ്റ്റെമ്മിന്റെ തിക്നെസ്സുകളാണ്. ഈ സ്റ്റെമ്മിന്റെ തിക്നെസ് എത്ര കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. The thickness of vertical stem or wall is governed by bending moment criteria. അപ്പം bending moment criteria പ്രകാരമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ശരിക്കും എടുക്കേണ്ടത് അത് പ്രകാരമാണ്. As the stem behaves like a cantilever subjected to lateral pressure which is increasing with depth, it is economical to have a trapezoidal section of the stem with maximum thickness of 200 mm at the top. The thickness at the base of the stem should not be less than 300 mm. Initially, the thickness of the stem may be assumed same as thickness of base slab. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെമ്മിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത്, ഓക്കെ, സ്റ്റെമ്മിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് ലാറ്ററലി ആക്ട് ചെയ്യുന്ന എർത്ത് പ്രഷർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ടുവേർഡ്സ് ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, സോയിലിന്റെ പ്രഷർ കാരണമുള്ള ഫോഴ്സ് ആണ് ഈ സ്റ്റെമ്മിൽ വരുന്നത്. അത് റെസിസ്റ്റ് ചെയ്യുന്നത്, സ്റ്റെം റെസിസ്റ്റ് ചെയ്യേണ്ടത് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ ലാറ്ററലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് ഒരു കാന്റിലിവർ പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ടോപ്പില്, ഓക്കെ, ഇതിന്റെ ടോപ്പിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് ഏകദേശം 0 ആണ്. എന്നാൽ ഇൻക്രീസ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് വരിക ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഓൺ വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുക, പക്ഷേ ഈ ഫോഴ്സ് ടുവേർഡ്സ് ലെഫ്റ്റ് ടു റൈറ്റ് ഇപ്പൊ ഈ ഒരു കേസ് പ്രകാരം ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലാറ്ററലി ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോർമലി കാന്റിലിവർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മിനിമം ഡെപ്ത് കൊടുത്താൽ മതി. ഓക്കെ, താഴോട്ട് വരുന്നതോറും നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായത് മിനിമം നമ്മൾ ഇവിടെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 200 എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാം ഒരുപോലെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഓക്കെ ആണ്. എന്നാൽ കുറച്ചും കൂടി ഒന്ന് എക്കണോമിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുപോലെ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കോൺക്രീറ്റിന്റെ ഏരിയ കുറച്ച് കൂടുതൽ വേണം. അപ്പൊ നമുക്കൊന്ന് എക്കണോമിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ ടോപ്പിലുള്ള ഈ വിഡ്ത്ത് നമുക്ക് ലേശം കുറയ്ക്കാം. ഓക്കെ, എന്നിട്ട് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ മിനിമം എത്ര ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് 200 ഈ സ്റ്റെമ്മിന്റെ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ബേസിൽ മിനിമം 300 ഉണ്ടായിരിക്കണം. ഈ വിഡ്ത്ത്, ബേസ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ മിനിമം 300 ഉണ്ടായിരിക്കണം ഈ വിഡ്ത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചിട്ട് നമുക്ക് ബോട്ടത്തിൽ ഇൻക്രീസ് ചെയ്യാം. എന്നാൽ ഇവിടുത്തെ ബോട്ടത്തിൽ വരുമ്പോൾ ഉള്ള ആ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 mm മിനിമം ഉണ്ടായിരിക്കണം, അതിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ടോപ്പിൽ നമുക്ക് 200 mm കൊടുക്കാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സ്റ്റെമ്മിന്റെ സൈസ് എടുക്കുമ്പോൾ അസ്യൂം തിക്നെസ് ഓഫ് സ്റ്റെം അറ്റ് ടോപ്പ് ഈസ് ഈക്വൽ ടു 200 mm എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. ബോട്ടത്തിൽ നമുക്ക് മിനിമം 300 വേണമെന്നുള്ളതാണ്. നോർമലി നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസ് ലാബിന്റെ എത്രയാണോ തിക്നെസ് വരുന്നത് അതേ തിക്നെസ് തന്നെ നമ്മൾ ഇവിടെയും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ഈ ബേസ് ലാബ് ഇപ്പൊ നമ്മൾ തിക്നെസ് കണ്ടുപിടിച്ചല്ലോ. ഈ തിക്നെസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? h/10 to h/15 എത്രയാണോ വരുന്നത് അതാണ് നമ്മൾ ഇവിടെ തിക്നെസ് ആയിട്ട് എടുക്കുന്ന ബേസ് ലാബിന്റെ, അല്ലെ? ആ തിക്നെസ് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. ടോപ്പിൽ 200 എന്നുള്ള രീതിയിലും കൊടുക്കും. ഓക്കെ, അപ്പം വേരി ചെയ്യുന്ന രീതിയിൽ 200 ഇവിടെ എത്രയാണോ ഡെപ്ത് വരുന്നത് അതിലേക്ക് വേരി ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ സ്റ്റെമ്മിന്റെ വിഡ്ത്ത് വരുന്നത്. ഓക്കെ, ടോപ്പിൽ കുറവും താഴെ കൂടുതലും വരുന്ന രീതിയിലാണ്. ഓക്കെ, the thickness of vertical stem or wall is governed by bending moment criteria. അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ ചെക്ക് ചെയ്യണം. നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ അത് ഓക്കെ ആണോ, ആ ഡെപ്ത് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ MU ലെസ് ദാൻ MU ലിമിറ്റ് ആണോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ആ രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഡയമെൻഷൻസ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ഇവിടെയും ചെക്ക് ചെയ്യണം. ആസ് എ സ്റ്റെം ബിഹേവ്സ് ലൈക്ക് എ കാന്റിലിവർ subjected to lateral pressure which is increasing with depth, it is economical to have a trapezoidal section of stem with minimum thickness of 200 mm at the top. അപ്പോൾ ടോപ്പിൽ 200 mm അതുപോലെ ബോട്ടത്തിൽ നമുക്ക് മിനിമം 300 ഉണ്ടായിരിക്കണം. നമ്മൾ നോർമലി എന്ത് ചെയ്യും, ആ ബേസ് ലാബിന്റെ തന്നെ തിക്നെസ് കൊടുക്കുന്നുള്ളതാണ്. ഓക്കെ, 200 mm at top. The thickness at the base of the stem should not be less than 300 mm. Okay, initially the thickness of stem may be assumed same as thickness of base. Base slabന്റെ same thickness തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്.
നമ്മൾ പ്രൊപ്പോർഷനിങ് ചെയ്യുമ്പോൾ ഒന്ന് ഫസ്റ്റ് നമ്മൾ ഇതിൽ എടുക്കേണ്ട ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എടുക്കണം. ഓക്കെ, പ്രൊപ്പോർഷനിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഡിസൈനിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൊപ്പോർഷനിങ് എഴുതിയിട്ട് ഫസ്റ്റ് H1 അല്ലെങ്കിൽ H മിനിമം കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഇക്വേഷൻ പ്രകാരം H മിനിമം കണ്ടുപിടിക്കുക. H മിനിമം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീറ്റെയിനിങ് ചെയ്യേണ്ട ഹൈറ്റ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. അത് പ്ലസ് H1 ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ ഹൈറ്റ് H കിട്ടും. H കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസ് വിഡ്ത്ത് ആണ് എടുക്കേണ്ടത്. ബേസ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് H/3 ടു എത്രയാണ്? ഓക്കെ, ബേസ് വിഡ്ത്ത് 0.4H ടു 0.6H. ഓക്കെ, നമുക്ക് അങ്ങനെ എടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എടുക്കാം. 0.4H ടു 0.6H എടുക്കാം. അപ്പം എത്രയാണോ അത് വരുന്നത് അതിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ തിക്നെസ് എടുക്കണം. അതിന്റെ തിക്നെസ് നമ്മൾ H/10 ടു H/15 ആണ് എടുക്കുന്നത്. ഓക്കെ, H/10 ടു H/15. ഓക്കെ, ഇവിടെ നമ്മൾ 0.4H ടു 0.6H. ഓക്കെ, എത്രയാണോ വരുന്നത് അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ റൗണ്ട് ചെയ്തെടുക്കാം. നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആവാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ തിക്നെസ് H/10 ടു H/15 എത്രയാണ് വരുന്നത് ആ തിക്നെസ് നമുക്ക് ഇവിടെ എടുക്കാം. അതുപോലെ സ്റ്റെമ്മിന്റെ കേസ് ടോപ്പിൽ നമുക്ക് ഏറ്റവും മിനിമം കൊടുത്തിട്ട്, അതായത് 200 mm കൊടുത്തിട്ട് ബോട്ടത്തിൽ ഇവിടെ എത്രയാണോ നമുക്ക് ബേസ് ലാബിന്റെ തിക്നെസ് കിട്ടിയത് ആ തിക്നെസ് തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാ. അപ്പോൾ പ്രൊപ്പോർഷനിങ്ങിൽ ആദ്യത്തെ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ, ഓക്കെ, ബേസ് വിഡ്ത്ത് 0.4H ടു 0.6H, thickness of base slab H/10 to H/15, അടുത്ത thickness of step. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രൊപ്പോർഷനിങ്ങിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ബിഹേവിയർ ഓഫ് കമ്പോണൻസ് ഓഫ് കാന്റിലിവർ റീറ്റെയിനിങ് വാൾ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫിഗറിൽ റീറ്റെയിനിങ് വാൾ ആണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഒറിജിനൽ, അതായത് ബെൻഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ലോഡിന്റെ എഫക്റ്റ് വരുന്നതിന് മുമ്പുള്ള അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് AJIHGFEDCB ഈ രീതിയിലാണ് ബെൻഡിങ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലോഡിന്റെ എഫക്ട്സ് വരുന്നതിന് മുമ്പുള്ള ഓരോന്നിന്റെയും പൊസിഷൻസ്. ഓക്കെ, അപ്പൊ ഇനി ഓരോ ടൈപ്പ് ലോഡ് വരുമ്പം അല്ലെങ്കിൽ ഓരോ ഇപ്പം പ്രഷർ ആണെങ്കിൽ സോയിലിന്റെ പ്രഷർ ആണെങ്കിൽ അത് സോയിലിന്റെ വെയിറ്റ്, അങ്ങനെയുള്ള റീറ്റെയിനിങ് വാളിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഡിഫറെന്റ് ലോഡ്സും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ കമ്പോണൻസിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഫിഗറിന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഏത് സോണിലൊക്കെയാണ് ടെൻഷൻ വരുന്നത്, കംപ്രഷൻ വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതൊക്കെ സോണിലാണ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് തന്നെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഫസ്റ്റ് സോയിൽ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ, സോയിൽ പ്രഷർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ P ആണ്, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ PA എന്ന് പറഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അതിനെ ഫോഴ്സ് ആക്കി മാറ്റിയ ക്യാപിറ്റൽ PA എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം ഇവിടെ സോയിൽ റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു സൈഡിൽ. അപ്പൊ ഇവിടെ ഈ സോയിലിന്റെ എഫക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രഷറിന്റെ എഫക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സിന്റെ എഫക്ട് എന്ന് പറയുന്നത് ബാക്ക് ഫിൽ ഇതാണെങ്കിൽ ഇതിനെ ബാക്ക് ഫില്ലിന്റെ അവിടുന്ന് സെപ്പറേറ്റ് ചെയ്ത് മൂവ് ചെയ്യാനാണ് ഈ ഒരു പ്രഷറിന്റെ എഫക്ട് കാന്റിലിവർ റീറ്റെയിനിങ് വാളിലേക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ഈ കാന്റിലിവർ റീറ്റെയിനിങ് വാളിൽ ഉണ്ടാവുന്ന ഈ ഒരു എഫക്ട് എന്ന് പറയുന്നത് ഈ ബാക്ക് ഫില്ലിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് ആക്റ്റീവ് പ്രഷർ ആണ്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ആക്റ്റീവ് ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ബാക്ക് ഫില്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ കാന്റിലിവർ റീറ്റെയിനിങ് വാളിന്റെ അല്ലെങ്കിൽ ആ റീറ്റെയിനിങ് വാളിന്റെ മൂവ്മെന്റ് എങ്കിൽ, ഓക്കെ, ആ പ്രഷർ, ഈ ആക്ട് ചെയ്യുന്ന പ്രഷർ അതിനെ സെപ്പറേറ്റ് ചെയ്ത് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്ന ടൈപ്പ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോഴ്സ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ റീറ്റെയിനിങ് വാൾ ഇതിന്റെ പൊസിഷൻ, അതായത് ഈ സ്റ്റെം പോർഷനിലാണ് മെയിൻ ആയിട്ട് ഈ സോയിലിന്റെ പ്രഷർ ആക്ട് ചെയ്യുന്നത്. AB അല്ലെ, അതുപോലെ ഈ സൈഡ് JI ആണ്. അതിന് നമുക്കൊരു ബീം പോലെ അല്ലെങ്കിൽ ഒരു സ്ലാബ് പോലെ എടുത്താൽ PAJI എന്ന് പറയുന്ന ഒരു സ്ലാബ് ആണെന്നുള്ളത് നമുക്ക് ഈ ഫിഗറിന്റെ അകത്ത് പറയാം. അപ്പൊ പ്രഷർ ഇങ്ങനെ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആക്ട് ചെയ്യാണ്. റൈറ്റ് ടു ലെഫ്റ്റ് ആക്ട് ചെയ്യുമ്പോൾ ഇത് സപ്പോർട്ടാണ്, ഈ എൻഡ് എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. അപ്പൊ ഈ സപ്പോർട്ടിൽ ഇതിനെ ഫിക്സ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നോർമലി ഒരു കാന്റിലിവർ ബീമിൽ അല്ലെങ്കിൽ ഒരു സ്ലാബിൽ ഉണ്ടാകുന്ന സെയിം എഫക്ട്. അപ്പം ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഡിഫ്ലക്റ്റഡ് ആയി തുടങ്ങും. ഓക്കെ, ഡിഫ്ലക്റ്റഡ് ആയി തുടങ്ങും. ഫ്രീ എൻഡിൽ നിന്ന് ഡിഫ്ലക്ഷൻ സ്റ്റാർട്ട് ചെയ്യും.
ഇവിടെ ഈ എൻഡിൽ ഫിക്സ്ഡ് ആണ്. ഈ എൻഡിലേക്ക് വരുമ്പോൾ ഡിഫ്ലക്ഷൻ 0 ആക്കിയിട്ടാണ് ഇവിടെ ഈ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് അവിടെ നിലനിർത്തുന്നത്. അപ്പൊ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഫ്രീ എൻഡിലേക്കാണ് ഉണ്ടാവുന്നത്. അതെങ്ങനെയാ ഡിഫ്ലക്ട് ആവുക? ഇപ്പൊ നമ്മൾ നോർമലി ഒരു കാൻഡിലിവർ ബീം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നോർമലി ഉള്ള ഒരു കാൻഡിലിവർ ബീം ടോപ്പ് ടു ബോട്ടം ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടെൻഷൻ എവിടെയായിരിക്കും? ഒരു കാൻഡിലിവർ ബീം ഉണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് നിന്ന് ലോഡ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടെൻഷൻ സോൺ എവിടെയായിരിക്കും? ടോപ്പിലായിരിക്കും അല്ലെ? നമ്മൾ നോർമലി ഉള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ മേലെ നിന്ന് താഴോട്ടേക്ക് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടെൻഷൻ സോൺ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിലാണെങ്കിൽ ബോട്ടത്തിലായിരിക്കും. എന്നാൽ ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്ന അതേ സൈഡിലായിരിക്കും. ലോഡ് എവിടെയാണോ ആക്ട് ചെയ്യുന്നത് അതേ സൈഡിലായിരിക്കും കാൻഡിലിവറിലെ ടെൻഷൻ സോൺ വരുന്നത് അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും ലോഡ് ആക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ലോഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന സൈഡ് എന്ന് പറയുന്നത് ഈ എ ബി എന്ന് പറയുന്ന സൈഡാണ്. അപ്പൊ ഇതിന്റെ ഡിഫ്ലക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ബെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു പോർഷന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലും ഈ ഒരു പോർഷന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്ന രീതിയിലുമാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലെ ഈ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ, അതായത് ടെൻഷൻ വരുന്നത് എവിടെയാണോ ലോഡ് ആക്ട് ചെയ്യുന്നത് ആ ഫേസിലായിരിക്കും കാൻഡിലിവർ ബീമിൽ അല്ലെങ്കിൽ സ്ലാബിൽ ടെൻഷൻ വരിക. അപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ പ്രകാരം അല്ലെങ്കിൽ ഇവിടെ ഈ ലോഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ടച്ച് ചെയ്യുന്ന ആ ഒരു ഫേസ് എ ബി എന്ന് പറയുന്ന ഫേസിലായിരിക്കും കാൻഡിലിവർ ആയതുകൊണ്ട് ടെൻഷൻ വരിക. ഈ ഇപ്പുറത്തെ സോണിൽ, അതായത് ഐ ജെ എന്ന് പറയുന്ന ഫേസിൽ കംപ്രഷനുമായിരിക്കും വരിക. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബി സി എന്ന് പറയുന്നത് ഹീൽ സ്ലാബ് ആണ്. ഓക്കെ, ബി സി ഡി ഇ എന്ന് പറയുന്നത് ഹീൽ സ്ലാബ് ആണ്. അതുപോലെ ഐ എച്ച് ജി എഫ് എന്ന് പറയുന്ന ഈ പോർഷൻ ടോ സ്ലാബും ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ സോയിലിന്റെ വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? സോയിലിന്റെ വെയിറ്റ് താഴോട്ടേക്ക്, അതായത് ആ സോയിലിന്റെ ഈ പോർഷനിലുള്ള സോയിലിന്റെ വെയിറ്റ് മുഴുവനും ഈ ഹീൽ സ്ലാബിലേക്കാണ് വരുന്നത്. അപ്പൊ ആ സോയിലിന്റെ വെയിറ്റും അതുപോലെ ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോർമലി ഡിസൈനിൽ അധികം കൺസിഡർ ചെയ്യുന്നില്ല ഇവിടെ വരുന്ന വെയിറ്റും. അപ്പം നമുക്കറിയാം നോർമലി ഇപ്പൊ ഫൗണ്ടേഷന്റെ ഒക്കെ ഡിസൈൻ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പം സോയിലിന്റെ ബോട്ടത്തുനിന്ന് അല്ലെ ആ വരുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു പ്രഷർ, അതായത് ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഫൂട്ടിങ്ങിന്റെ ഡിസൈനിലൊക്കെ പഠിച്ചിരുന്നു, നമ്മൾ എടുക്കുകയും ചെയ്തിരുന്നു. അതേപോലെ സോയിലിൽ നിന്ന് ഒരു പ്രഷർ മേലോട്ടേക്ക് എക്സേർട്ട് ചെയ്യും. അപ്പൊ സോയിൽ പ്രഷർ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഫോഴ്സസ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ പഠിച്ചു W1, W2, W3, അതായത് സ്റ്റെമ്മിൽ വരുന്ന വെയിറ്റ്, ബേസ് ലാബിൽ വരുന്ന വെയിറ്റ്, അതുപോലെ തന്നെ ഇവിടെ വരുന്ന സോയിലിന്റെ വെയിറ്റ്, അതുപോലെ ഇവിടെ ഇങ്ങോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്ന ലെഫ്റ്റ് ടു റൈറ്റ് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഫിഗർ പ്രകാരമാണെങ്കിൽ സോയിൽ പ്രഷർ എല്ലാം ഉണ്ട്. അപ്പൊ ഈ എല്ലാ ഫോഴ്സസും കൊണ്ട് എല്ലാ ഫോഴ്സിന്റെയും എഫക്ട് നമ്മൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്യണം. എല്ലാ ഫോഴ്സിന്റെയും എഫക്ട് നമ്മൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിസൾട്ടന്റ് ഉണ്ടാവും. ആ എല്ലാ ഫോഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ടന്റ് ഉണ്ടാവും. അപ്പൊ ആ റിസൾട്ടന്റ് ഏത് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് ആ ഒരു പോർഷനിലേക്ക് ആയിരിക്കും മാക്സിമം പ്രഷർ വരിക. അപ്പൊ ഇവിടെ നമുക്ക് ലോഡിംഗ് ഒക്കെ പല ലോഡിങ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് ഫൂട്ടിങ്ങിലുള്ളത് പോലെ തന്നെ സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് യൂണിഫോം ആയിട്ടായിരിക്കില്ല ട്രാൻസ്ഫർ ചെയ്യുക. ആ സോയിലിലേക്ക് ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് യൂണിഫോം ആയിട്ടായിരിക്കില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റിസൾട്ടന്റ് അതിനുണ്ടായിരിക്കും. അപ്പം ഇതില് റിസൾട്ടന്റ് ഏത് സോണിലേക്ക് ചേർന്നിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് പോർഷനിലേക്ക് ചേർന്നിട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ടോ സ്ലാബിനോട് അടുത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഫോഴ്സ് ട്രാൻസ്ഫർ ആവുന്നത് ഈ ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും, ടോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. ഈ സൈഡിൽ കുറവായിരിക്കും. അതിന്റെ റിസൾട്ടന്റ് എല്ലാത്തിന്റെയും കൂടെ റിസൾട്ടന്റ്, കാരണം ഈ ഒരു ഫോഴ്സിന്റെ മൊമെന്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം. അതുപോലെ ഓൺ വെയിറ്റ് കാരണമുള്ള മൊമെന്റ്സ്, അതിന്റെ ടോട്ടൽ ഡെഡ് ലോഡ് എല്ലാം വരുന്നുണ്ട്. എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഏകദേശം നമുക്ക് ടോ സ്ലാബിനോട് ചേർന്ന പോർഷനിലായിരിക്കും മാക്സിമം ആ റിസൾട്ടന്റ് ഫോഴ്സ് വരുന്നത്. അപ്പൊ ആ റിസൾട്ടന്റ് ഫോഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് പ്രഷർ എന്ന് പറയുന്നത് ഈ സോണിൽ കൂടുതലായിരിക്കും. യൂണിഫോം അല്ല ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ബേസ് പ്രഷർ, അതായത് മേലോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഈ സോണിലായിരിക്കും കൂടുതൽ, ഈ സോണിൽ കുറവുമായിരിക്കും. അതായത് ആ റിസൾട്ടന്റ് വരുന്ന സോണിനോട് ചേർന്നിട്ട്, അതായത് നമ്മൾ ഇവിടെ മാക്സിമം ബേസ് പ്രഷർ എന്നുള്ള രീതിയിൽ ഈ GH എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം ബേസ് പ്രഷർ, അതായത് സോയിൽ മേലോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഈ സൈഡിലേക്ക് വരുമ്പോൾ അത് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അപ്പം ബേസ് പ്രഷറിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ഈ സോണിലേക്ക് ആ റിസൾട്ടന്റ് കാരണമാണ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ ബേസ് പ്രഷറും എല്ലാ സ്ഥലത്തും യൂണിഫോം ആയിരിക്കും.
എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. എന്നാൽ ഇത് അങ്ങനെയല്ല. പല ഫോഴ്സസ് W1, W2, W3 അതുപോലെ PA ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ റിസൾട്ടന്റ് നമുക്ക് വരുന്നത് ഏകദേശം ഈ ഒരു സോണിനോട് അടുത്തിട്ടായിരിക്കും. അപ്പൊ ഇവിടെയാണ് മാക്സിമം വരുന്നത്. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ബേസ് പ്രഷറിന്റെ ആ ഡിസ്ട്രിബ്യൂഷനും കൂടി കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സോണിൽ, അതായത് ഹീൽ സ്ലാബ് വരുന്ന പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഹീൽ സ്ലാബിൽ എന്തൊക്കെ ഫോഴ്സസ് ആ വരിക? സോയിലിന്റെ വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതിന്റെ ഓൺ വെയിറ്റ് ഒബ്വിയസ്ലി അതുണ്ടാവും. പിന്നെ ഇവിടെ സോയിൽ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സോണിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സോയിൽ പ്രഷർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. റിസൾട്ടന്റിനോട് കുറച്ച് വിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന സോയിൽ പ്രഷർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈ സൈഡിനേക്കാളും കുറവാണ്. അത് മാത്രമല്ല, ഇവിടെ സോയിലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ അധികമാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്, അല്ലെ, ഈ ഒരു സ്ലാബിലേക്ക് വരുന്നത്. അപ്പം മാക്സിമം ഇത് ഇവിടുത്തെ ടെൻഡൻസി എന്ന് പറയുന്നത് താഴോട്ടേക്ക് ബെൻഡ് ചെയ്യാനായിരിക്കും. പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ ഹീൽ സ്ലാബില് ഇത്രയും ഹൈറ്റിൽ നിന്ന് സോയിലിന്റെ വെയിറ്റ് വരുന്നുണ്ട്. എന്നാൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള സോയിൽ പ്രഷർ എന്ന് പറയുന്നത് ഈ സൈഡില്, ഹീൽ സ്ലാബിൽ ഈ സൈഡിനെ വെച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സ്ലാബിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ബെൻഡ് ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പൊ ഹീൽ സ്ലാബിന്റെ ടെൻഡൻസി ഇപ്പൊ ഇതിന്റെ പൊസിഷൻ BC ആയിരുന്നു. അപ്പം ഇത് ബെൻഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ഇതിന്റെ പൊസിഷൻ ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു കാൻഡിലീവർ ആയിട്ടാണ് ഹീൽ സ്ലാബ് ആക്ട് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ ആ കാൻഡിലീവറിന്റെ ഏത് സോണിലാണോ അല്ലെങ്കിൽ ഏത് പോർഷനിലാണോ ലോഡ് ആക്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെൻഷൻ ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം, അല്ലെ. അപ്പൊ ഈ BC എന്ന് പറയുന്ന പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ടെൻഷൻ സോൺ വരിക. അപ്പം BC എന്ന് പറയുന്ന സൈഡിന് അലോങ് ആയിട്ടാണ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ടെൻഷൻ വരുന്ന സോണിന് കറസ്പോണ്ടിങ്. ഓക്കെ, ബോട്ടത്തിൽ കംപ്രഷൻ ആണ് വരുന്നത്. എന്നാൽ ഇവിടെ ടോസ് സ്ലാബിലേക്ക് വരുന്ന സമയത്ത് ഇത് സപ്പോർട്ട്, ഇത് കാൻഡിലിവർ പോലെ ആക്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ഹൈറ്റിൽ വരുന്ന സോയിലിന്റെ ആ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറവാണ്. ഇൻ കേസ് കൺസിഡർ ചെയ്താൽ കൂടെ ഇതിലേക്ക് വരുന്ന വെയിറ്റ് കുറവായിരിക്കും. എന്നാൽ ഇവിടെ വരുന്ന സോയിൽ പ്രഷർ ഞാൻ കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഷർ ഡിസ്ട്രിബ്യൂഷനിൽ സോയിൽ പ്രഷർ മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് കൂടുതലാണ്. കാരണം ഇതിന്റെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത് ഈ ടോയിനോട് ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു സോണിലായിരിക്കും സോയിൽ പ്രഷർ കൂടുതലായിട്ട് വരിക. അപ്പൊ സോയിൽ പ്രഷർ മേലോട്ടേക്ക് ആക്ട് ചെയ്യും. എന്നാൽ ഇവിടുന്ന് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഈ ഒരു ചെറിയ ഹൈറ്റിലുള്ള സോയിലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് സോയിൽ പ്രഷറിനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഇവിടെ സോയിൽ പ്രഷർ ആയിരിക്കും ഇവിടെ ഡോമിനന്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഈ ഒരു ടോസ് സ്ലാബിന്റെ സോണിൽ സോയിൽ പ്രഷർ ആയിരിക്കും ഡോമിനന്റ്, അതായത് സോയിൽ പ്രഷർ ആയിരിക്കും മാക്സിമം ഉണ്ടാവുക. അപ്പൊ ഈ സോയിൽ പ്രഷർ ഉള്ള സൈഡിലേക്കായിരിക്കും ആ സോയിൽ പ്രഷറിന്റെ മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ആ ഒരു രീതിക്കായിരിക്കും ഈ ഒരു ടോസ് സ്ലാബ് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത് കുറവാണ്. ഇൻ കേസ് കൺസിഡർ ചെയ്താൽ കൂടെ നമുക്ക് ഈ ബോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് മേലോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ തന്നെയായിരിക്കും കൂടുതൽ വരിക. ഓക്കെ, എന്തായാലും നമ്മൾ പാസീവ് പ്രഷർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന പാസീവ് പ്രഷർ എന്തായാലും കൺസിഡർ ചെയ്യില്ല. ഇൻ കേസ് ഈ വെയിറ്റ് എടുത്താൽ തന്നെ നമുക്ക് മാക്സിമം വരിക സോയിൽ പ്രഷർ, താഴേന്ന് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ ആയിരിക്കും മാക്സിമം വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബെൻഡിങ് എന്ന് പറയുന്നത്, ഇവിടെയുള്ള ലോഡ്, ഇവിടുന്ന് മേലേന്ന് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് മാഗ്നിറ്റ്യൂഡ് കുറവായതുകൊണ്ട് ഈ സോയിൽ പ്രഷറിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ടോസ് സ്ലാബിൽ മൂവ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മാക്സിമം ലോഡ് താഴേന്ന് മേലോട്ടേക്ക് സോയിൽ പ്രഷറിലൂടെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടെൻഷൻ വരുന്നത് ഈ FG എന്ന് പറയുന്ന സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. IH കറസ്പോണ്ടിങ് ആയിട്ട് കംപ്രഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ടോസ് സ്ലാബിന്റെ ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുക ബോട്ടം സോണിലായിരിക്കും, ഇവിടെയായിരിക്കും. കാരണം ലോഡ് ഇങ്ങോട്ടേക്കാണ് ഡോമിനന്റ് ആയിട്ട് വരുന്നത്. അപ്പം ബെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ടെൻഷൻ ബോട്ടത്തിലായിരിക്കും വരിക. എന്നാൽ ഹീൽ സ്ലാബില് ടെൻഷൻ വരുന്നത് ടോപ്പിലാണ്. കാരണം ഇവിടെ സോയിലിന്റെ ഇത്രയും ഹൈറ്റിൽ വെയിറ്റ് വരുന്നുണ്ട്. അപ്പൊ ആ വെയിറ്റ് കാരണമുള്ള എഫക്ട് കൊണ്ട് താഴോട്ടേക്ക് ബെൻഡ് ചെയ്യാനായിരിക്കും ടെൻഡൻസി. കാരണം സോയിൽ പ്രഷർ ഇവിടെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. കാരണം റിസൾട്ടന്റുമായിട്ട് ഈ ഒരു പോർഷൻ ദൂരെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ബെൻഡിങ് ടോപ്പ് സോണിലാണ് ഹീൽ സ്ലാബിൽ. അപ്പൊ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ ടോപ്പിലാണ് കൊടുക്കുക, ഇവിടെ ബോട്ടത്തിലാണ് കൊടുക്കുക. ടെൻഷൻ ബോട്ടത്തിലാണ് വരുന്നത്. അതേപോലെ ഈ സ്റ്റെമ്മില് എന്ന് പറഞ്ഞാൽ ലോഡ് വിടുന്ന ഈ ഒരു ഫിഗർ പ്രകാരം ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ബെൻഡിങ് ഈ രീതിയിലായിരിക്കും വരിക. അപ്പൊ ലോഡ് വരുന്ന ആ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും കാൻഡിലിവറിൽ ബെൻഡിങ് വരിക. അപ്പൊ ടെൻഷൻ വരുന്നത് AB എന്ന് പറയുന്ന ഫേസിലായിരിക്കും. അപ്പൊ ലോഡ് വരുന്ന ആ ഒരു ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ബാക്കി ഈ ഫിഗർ എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് H മിനിമം
ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആണ്. അതുപോലെ എച്ച് എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റെമ്മിന്റെ ഹൈറ്റിനെയാണ്. ടോട്ടൽ ഹൈറ്റ് നമ്മൾ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യാം. അതിവിടെ കാണിച്ചിട്ടില്ല, എന്നാലും ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ഈ ലോഡിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ആയിട്ടാണ് ഈ പ്രഷറിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ ഈ ലോഡിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് h/3 മാറിയിട്ടും ടോപ്പിൽ നിന്ന് 2/3 h മാറിയിട്ടുമാണ്. അപ്പൊ നമ്മൾ ഈ ബോട്ടം തൊട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആയിരിക്കും. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ ഡിസ്ട്രിബ്യൂഷന്റെ സെൻട്രോയിഡ് വരെ ക്യാപിറ്റൽ h/3 ആയിരിക്കും ബോട്ടം. ഓക്കെ, ഇവിടെ ഇപ്പൊ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ, സ്റ്റെമ്മിന്റെ കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടുന്ന് h തൊട്ടിട്ടുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റെം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്താ വരുന്നതെന്നുള്ളത്. അപ്പൊ സ്റ്റെമ്മിന്റെ കേസ്, സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടാണ് സ്റ്റെം. അപ്പൊ അതിലെങ്ങനെയാണ് ബെൻഡിങ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. റീഇൻഫോഴ്സ്മെന്റ് എവിടെയാ കൊടുത്തിരുന്നതെന്നുള്ളത് പറഞ്ഞിരുന്നു. ഓക്കെ, അത് നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫിഗർ ഷോയിങ് എ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ സബ്ജക്റ്റഡ് ടു എ ലാറ്ററൽ ഫോഴ്സ് PA. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഫിഗറാ നോക്കി, അതിൽ ലാറ്ററൽ ഫോഴ്സ് PA എന്ന് പറയുന്ന ലാറ്ററൽ ആയിട്ട് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ വെർട്ടിക്കൽ വാൾ ഓർ സ്റ്റെം, വെർട്ടിക്കൽ വാൾ അല്ലെങ്കിൽ സ്റ്റെം, വെർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു കമ്പോണന്റിനാണ് നമ്മൾ സ്റ്റെം എന്ന് പറയാം. ആക്ട്സ് ലൈക്ക് എ കാൻഡിലിവർ സബ്ജക്റ്റഡ് ടു എ ട്രയാങ്കുലർ ലോഡിംഗ് ആസ് ഷോൺ ഇൻ ഫിഗർ വിത്ത് മാക്സിമം പ്രഷർ ഡെവലപ്ഡ് അറ്റ് ദ ബേസ്. അപ്പൊ ഇതൊരു കാൻഡിലിവർ പോലെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ പ്രഷർ വരുന്നത് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. മാക്സിമം പ്രഷർ എടുത്ത ബേസ് വരുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, ദ ബേസ് ഓഫ് സ്റ്റെം ഈസ് സബ്ജക്റ്റഡ് ടു മാക്സിമം ബെൻഡിങ് മൊമെന്റ് MB. അപ്പം ബേസിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക അല്ലെ, കാരണം ഒരു കാൻഡിലിവറിൽ സപ്പോർട്ടിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് ഒക്കെ വരിക. അപ്പം മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് ഈ സപ്പോർട്ടിലേക്ക്, അതായത് ഇതിന്റെ ബേസിലേക്കാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക. അപ്പൊ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയായിരിക്കും വരിക? അതായത് ഇവിടെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ട്രയാങ്കുലർ ആയിട്ടുള്ള ലോഡിംഗ് ആണ്, അതായത് യൂണിഫോംലി വേരിയിങ് ആയിട്ടുള്ള ലോഡാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പോയിന്റ് ലോഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് KA ഗാമ h²/2 ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, അതായത് ഇവിടത്തെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ബോട്ടത്തിലെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് KA ഗാമ h ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു KA ഗാമ h. ആക്റ്റീവ് ആയതുകൊണ്ട് KA വരും, ഗാമ h അതായത് ടോട്ടൽ ഈ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സോയിലിന്റെ പ്രഷർ ആണ്. ഓക്കെ, ഗാമ ഇൻറ്റു h, KA ഇൻറ്റു ഗാമ h എന്ന് പറയുന്നത് ഈ ബോട്ടത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാക്സിമം ആ പ്രഷറിന്റെ വാല്യൂ ആണ്. ഓക്കെ, KA ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ KA ആ ഇക്വേഷനിൽ കൊണ്ടുവന്നാല് ടുവേർഡ്സ് ലാറ്ററലി ഉള്ള ആ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ആ പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയി KA ഇൻറ്റു ഗാമ h. അപ്പൊ ഇതിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റാന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്, യൂണിഫോംലി വേരിയിങ്ങിന്റെ ഏരിയ ആണ് പോയിന്റ് ലോഡ് വരിക. അപ്പം ഈ ഒരു ട്രയാങ്കിൾ പോർഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു KA ഇൻറ്റു ഗാമ h. ഓക്കെ, ഹാഫ് ഇൻറ്റു KA ഇൻറ്റു ഗാമ h ഇൻറ്റു h ഹൈറ്റ്, ഹാഫ് ഇൻറ്റു B എന്ന് പറയുന്നത് KA ഇൻറ്റു ഗാമ h ഇൻറ്റു h. അപ്പം KA ഗാമ h² ഡിവൈഡ് ബൈ 2 എന്നായിരിക്കും ഈ PA ന്റെ മാഗ്നിറ്റ്യൂഡ് വരിക. ഓക്കെ, അപ്പൊ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് ഈ പോർഷനിലാണ്, ബേസിലാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ B എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ലോഡിങ് കാരണം മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയായിരിക്കും? അപ്പൊ ഈ ഒരു പ്രഷറിനെ നമ്മളിവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് PA എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ PA എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ PA ഇൻറ്റു h/3 ആയിരിക്കും ഇവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, അപ്പം PA എന്ന് പറയുന്നത് KA ഗാമ h²/2 ഇൻറ്റു h/3. ഓക്കെ, അപ്പൊ h² എന്നുള്ളത് h³ ആവും, ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതിന്റെ കൂടെ 3 കൂടി വരുമ്പോൾ KA ഗാമ h² ഡിവൈഡ് ബൈ 6 എന്നായി വരും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ ബേസ് ഓഫ് ദ സ്റ്റെം ഈസ് സബ്ജക്റ്റഡ് ടു മാക്സിമം ബെൻഡിങ് മൊമെന്റ് MB. അപ്പൊ MB എന്ന് പറയുന്നത് എന്താണ്? ആ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് പോയിന്റ് ലോഡ് വരിക ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു KA ഇൻറ്റു ഗാമ h ഇൻറ്റു h, ട്രയാങ്കിളിന്റെ ഏരിയ പോയിന്റ് ലോഡ് ആയി മാറി. ഇതാണ് PA എന്ന് പറയുന്ന ടേം, KA ഇൻറ്റു ഗാമ h ഇൻറ്റു h/2, അതായത് KA ഗാമ h²/2 ആണ് PA. ഓക്കെ, ഇൻറ്റു h/3 ആയിരിക്കും മൊമെന്റ് എന്ന് പറയുന്നത്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ MB ഈസ് ഈക്വൽ ടു KA ഇൻറ്റു ഗാമ h²/2 ഇൻറ്റു h/3. അപ്പം ഇവിടെ h² കൂടെ h³ ആയി ഇൻറ്റു h ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ
2ന്റെ കൂടെ ഇൻറ്റു 3 വരുമ്പോൾ 6 ആവും. അപ്പൊ എം ബി എന്ന് പറയുന്നത് കെ എ ഗാമ HQ/6 എന്നുള്ളതായിരിക്കും. The stem of the retaining wall deflects as shown in the figure, developing tension on face AB, retaining the L. Therefore, main reinforcement is put along the face AB. The depth assumed for stem must satisfy the bending moment criteria and subsequently the area of steel required. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് ബെൻഡ് ചെയ്യുന്നത് ഈ ലോഡ് വരുമ്പം ഈ രീതിയിലാണ്. അപ്പം ടെൻഷൻ വരുന്നത് എ ബി എന്ന് പറയുന്ന ഫേസിലാണ്. അപ്പൊ എ ബി എന്ന് പറയുന്ന ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. Therefore, main reinforcement is put along the face AB. The depth assumed for stem must satisfy the bending moment criteria. അതായത് നമ്മൾ ഇവിടെ ഒരു ഡെപ്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡെപ്ത് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെയാണ് ആ ഡെപ്ത് എടുക്കുന്നത് എന്നുള്ള പ്രൊപ്പോർഷനിങ് ടോപ്പിക് പറഞ്ഞപ്പം പറഞ്ഞിരുന്നു അല്ലെ. അതായത് നമ്മൾ ഈ ബേസ് സ്ലാബിന്റെ തിക്നെസ് എത്രയാണോ വരുന്നത്, അല്ലെങ്കിൽ ബേസ് സ്ലാബിന്റെ ഓവറോൾ ഡെപ്ത് എത്രയാണോ വരുന്നത്, അത് തന്നെയാണ് നമ്മൾ ഇവിടെ ബോട്ടത്തിൽ കൊടുക്കുക. ടോപ്പിൽ നമ്മൾ മിനിമം 200 കൊടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഡെപ്ത്, ആ ഡെപ്ത് ഈ ബെൻഡിങ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ, അതായത് കെ എ ഗാമ HQ/6 എന്ന് പറഞ്ഞു വരുന്ന ബെൻഡിങ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ മാത്രം ഈ ഡെപ്ത് ഓക്കെ ആണോ, ഡെപ്തിന് അതിനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ചെക്ക് ഫോർ ഡെപ്ത് ചെയ്യും. അതായത് MU ഷുഡ് ബി ലെസ് ദാൻ MU ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഡെപ്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതാണ് സ്റ്റെമ്മിന്റെ കേസ്. ഇനി അടുത്തത് ഹീൽ സ്ലാബിന്റെ കേസ്. ഹീൽ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇതാണ് ഹീൽ സ്ലാബ്. ഓക്കെ. ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ബേസ് സ്ലാബ് എന്ന് പറയാം. ഹീൽ സ്ലാബ് എന്ന് പറഞ്ഞാൽ ആ സോയിൽ റീറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ സോയിൽ എവിടെയാണോ ഏത് സ്ലാബിന്റെ മേലോട്ടാണോ വരുന്നത്, അതാണ് ഹീൽ സ്ലാബ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഹീൽ സ്ലാബിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു. അതിലെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. The heel slab is subjected to an upward soil pressure and a downward pressure due to weight of the backfill supported on heel as shown in figure. അപ്പം ഹീൽ സ്ലാബിൽ എന്തൊക്കെയാ വരുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അപ്വേർഡ് സോയിൽ പ്രഷർ വരുന്നുണ്ട്, താഴേന്ന് മേലോട്ടേക്ക്. ഞാൻ പറഞ്ഞിരുന്നു, ആ സോയിൽ പ്രഷറിന്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. മാക്സിമം ടോ സ്ലാബിന്റെ എൻഡിലേക്കായിരിക്കും. കാരണം ആ റിസൾട്ടന്റ് ഫോഴ്സ് വരുന്നത് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ടോയിനോട് ചേർന്നിട്ടാണ്. ഓക്കെ. അപ്പം സോയിൽ പ്രഷർ താഴേന്ന് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ ഉണ്ടാവും. അപ്പൊ മാക്സിമം ടോ സ്ലാബിന്റെ എൻഡിലേക്കാണ്. ഹീൽ സ്ലാബിലേക്ക് വരുമ്പോൾ കുറവാണ്. ഓക്കെ. ഹീൽ സ്ലാബ് ഈസ് സബ്ജക്ട് to an upward soil pressure and a downward pressure due to weight of backfill. അപ്പൊ ബാക്ക്ഫില്ലിന്റെ വെയിറ്റ് കൊണ്ട് ഡൗൺവേർഡ് പ്രഷറും അതുപോലെ സോയിൽ പ്രഷർ മേലോട്ടേക്കും ഹീൽ സ്ലാബിൽ വരുന്നുണ്ട്. ഓക്കെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ സോയിൽ പ്രഷർ ഉണ്ടാവും മേലോട്ടേക്ക് ആക്ട് ചെയ്യാൻ, അതേപോലെ അതിനനുസരിച്ചിട്ട് താഴോട്ടേക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോയിലിന്റെ പ്രഷറും ഉണ്ടാവും. ഓക്കെ. അതായത് ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ഇതുപോലെയാണ് സോയിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത്. ടോ സ്ലാബിന്റെ എൻഡിലേക്ക്, ആ റിസൾട്ടന്റ് കൂടുതലായതുകൊണ്ട് ഈ എൻഡിലേക്കാണ് അതായത് സോയിൽ പ്രഷർ മാക്സിമം വരുന്നത് Pmax. അപ്പം ഇവിടെ ഈ എൻഡിലേക്ക്, ഹീൽ സ്ലാബിന്റെ എൻഡിലേക്ക് വരുമ്പോൾ അവിടെ P മിനിമം ആണ് വരുന്നത്. ഓക്കെ. അതായത് ആ പ്രഷറിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ടോ സ്ലാബിനോട് ചേർന്നിട്ടാണ് വരുന്നത്. ഇതിന്റെ റിസൾട്ടന്റ് എല്ലാ ഫോഴ്സും കൂടി ചേർന്നിട്ടുള്ള റിസൾട്ടന്റ് വരുന്നത് ഇതിനോട് ചേർന്നിട്ടാണ്. അപ്പൊ Pmax വരുന്നത് ഇവിടെയാണ്. P മിനിമം അതായത് ഹീൽ സ്ലാബിനോട് ചേർന്നിട്ട് മിനിമം ആയിരിക്കും. അപ്പൊ ഈ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പോർഷനിൽ ഈ പർട്ടിക്കുലർ ഹൈറ്റിലുള്ള സോയിലിന്റെ വെയിറ്റ് കാരണമുള്ള പ്രഷർ ഹീൽ സ്ലാബിലേക്ക് വരും. ഓക്കെ. അതുപോലെ ഇവിടെ ഈ ഒരു സോണിലുള്ള സോയിൽ പ്രഷറും മേലോട്ടേക്ക് ആക്ട് ചെയ്യും. അപ്പൊ ഈ സോയിൽ പ്രഷർ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡോമിനന്റ് ഏതായിരിക്കും, ഇവിടെ ഈ ഹീൽ സ്ലാബിലേക്ക് സോയിലിന്റെ മേലേന്ന് വരുന്ന, അതായത് ടോട്ടൽ ഹൈറ്റിൽ എത്രയാണോ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ബാക്ക് ഫില്ലിന്റെ വെയിറ്റ് എത്രയാണോ, ആ ബാക്ക് ഫില്ലിന്റെ വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ആയിരിക്കും ഹീൽ സ്ലാബിൽ ഡോമിനന്റ്, അതായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ ബെൻഡിങ് എങ്ങനെയാ ഉണ്ടാവുക, ഇവിടുന്ന് താഴോട്ടേക്ക് ബെൻഡ് ചെയ്യും. അതായത് BC എന്ന് പറയുന്ന ഫേസിൽ ടെൻഷൻ വരുന്ന രീതിയിൽ, കാൻഡിലിവർ ആയതുകൊണ്ട് BC എന്ന് പറയുന്ന ഫേസിൽ ടെൻഷൻ വരുന്ന രീതിയിലായിരിക്കും ബെൻഡിങ് ഉണ്ടാവുക. ഈ P മിനിമം അല്ലെങ്കിൽ ഈ പ്രഷർ എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് മേലേന്ന് താഴോട്ടേക്കായിരിക്കും ഡോമിനന്റ് ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. The resultant pressure is calculated by subtracting these two and is downward as the pressure due to weight of backfill is more than upward soil pressure. അപ്പം ഈ റിസൾട്ടന്റ് പ്രഷർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം കൂടി, അതായത് ഈ താഴേക്ക് ആക്ട് ചെയ്യുന്ന ആ ബാക്ക്ഫിൽ എന്നുള്ള പ്രഷറും മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷറും കൂടിയും കൺസിഡർ ചെയ്തിട്ടാണ്. അത് എങ്ങോട്ടേക്കായിരിക്കും ഈ റിസൾട്ടന്റ് പ്രഷർ വരിക, ഹീൽ സ്ലാബിൽ ഡൗൺവേർഡ് ആയിരിക്കും. കാരണം എന്താ, വെയിറ്റ് ഓഫ് ബാക്ക്ഫിൽ അപ്വേർഡ് സോയിൽ പ്രഷറിനേക്കാളും കൂടുതലാണ്.
അതായത് വെയിറ്റ് ഓഫ് ബാക്ക് ഫിൽ കാരണം വരുന്ന പ്രഷർ എന്ന് പറയുന്നത് അപ്വേർഡ് സോയിൽ പ്രഷറിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ടന്റ് പ്രഷർ എന്ന് പറയുന്നത് താഴോട്ടേക്കായിരിക്കും. അപ്പൊ അതിന്റെ ബെൻഡിങ് എങ്ങനെയായിരിക്കും? താഴോട്ടേക്കായിരിക്കും. അതായത് ടെൻഷൻ വരുന്നത് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന ആ ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി സി എന്ന് പറയുന്ന ഫേസിലായിരിക്കും. ടെൻഷൻ ഇ ഡി എന്ന് പറയുന്ന ഫേസില് കംപ്രഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ബി സി എന്ന് പറയുന്ന ഫേസിന് അലോങ് ആയിട്ട് വേണം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഈ സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ദിസ് കോസസ് ടെൻഷൻ ഓൺ ദ ഫേസ്, ടെൻഷൻ ഓൺ ദ ടോപ്പ് ഫേസ്, ദാറ്റ് ഈസ് ബി സി, ആൻഡ് ഹെൻസ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഈസ് പ്രൊവൈഡഡ് അലോങ് ദിസ് ഫേസ്. അപ്പൊ ബി സി എന്ന് പറയുന്ന ഫേസിന് അലോങ് ആയിട്ടാണ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് ബെൻഡിങ് ഈ രീതിയിലായിരിക്കും. ബി സി എന്ന് പറയുന്ന ഫേസിൽ ടെൻഷനും ഇ ഡി എന്ന് പറയുന്ന ഫേസിൽ കംപ്രഷൻ വരുന്ന രീതിയിൽ. അപ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ബി സി എന്ന് പറയുന്ന ഫേസിന് അലോങ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോ സ്ലാബ്. ടോ സ്ലാബ് നിങ്ങൾക്കറിയാം, ടോ സ്ലാബ് ഞാൻ കാണിച്ചിരുന്നു. ഇതാണ് ടോ സ്ലാബ്. ഓക്കെ, ആ ടോ സ്ലാബിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. The toe slab is also subjected to an upward soil pressure and a downward pressure due to the weight of the front fill support on the toe slab as shown in figure. അപ്പൊ ടോ സ്ലാബിലും രണ്ട് രീതിയിലുള്ള പ്രഷർ ഉണ്ട്. ടോ സ്ലാബിൽ ഒന്ന് അപ്വേർഡ് സോയിൽ പ്രഷർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഫിൽ, അതായത് ഫ്രണ്ടിലുള്ള ആ സോയിലിന്റെ ഫില്ലിംഗ് കാരണം ചെറിയ ഹൈറ്റിലേ വരുന്നുള്ളൂ. ഓക്കെ, ചെറിയ ഹൈറ്റിലേ വരുന്നുള്ളൂ. ആ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സോയിൽ പ്രഷർ താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്വേർഡ് സോയിൽ പ്രഷറും ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ ഫ്രണ്ട് ഫില്ലിന് കറസ്പോണ്ടിങ് ആണ് ചെറിയ ഹൈറ്റിലുള്ള ആ സോയിലിന്റെ വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മേലോട്ടേക്കുള്ള സോയിൽ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫ്രണ്ട് ഫില്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്വേർഡ് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് സോയിൽ പ്രഷർ ആണ്, താഴേന്ന് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ ആണ് ടോ സ്ലാബിന്റെ കേസിൽ ഡോമിനന്റ്. അപ്പം ബെൻഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ്, താഴേന്ന് മേലോട്ടേക്കാണ് ബെൻഡ് ചെയ്യുക. അപ്പൊ ടെൻഷൻ വരുന്നത് എഫ് ജി എന്ന് പറയുന്ന ഫേസിലായിരിക്കും, കംപ്രഷൻ ഐ എച്ച് എന്ന് പറയുന്ന ഫേസിലായിരിക്കും. കാരണം ഇവിടെ സോയിൽ പ്രഷർ ആണ് ഡോമിനന്റ്. അപ്പൊ സോയിൽ പ്രഷറിന്റെ ഡയറക്ഷനിലാണ് ബെൻഡിങ് വരുന്നത്. The toe slab is also subjected to an upward soil pressure and a downward pressure due to the weight of the front fill supported on toe slab as shown in figure. The weight of the front fill is very small and hence neglected. So the resultant pressure on the toe slab is upward, which causes tension on the bottom face of the slab. So the weight of front fill is very small, കുറവാണ്, and hence neglected. So അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ കൂടി ആ പ്രഷർ ബോട്ടത്തിൽ നിന്ന് വരുന്ന ആ സോയിൽ പ്രഷർ തന്നെയാണ് കൂടുതലായിട്ട് വരിക. സോ ദ റിസൾട്ടന്റ് പ്രഷർ ഓൺ ദ ടോ സ്ലാബ് ഈസ് അപ്വേർഡ്, വിച്ച് കോസസ് ടെൻഷൻ ഓൺ ദ ബോട്ടം ഫേസ് ഓഫ് ദ ടോ സ്ലാബ്. അപ്പൊ റിസൾട്ടന്റ് പ്രഷർ ഓൺ ദ ടോ സ്ലാബ് എന്ന് പറയുന്നത് അപ്വേർഡ് ആയിരിക്കും. കാരണം താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫ്രണ്ട് ഫില്ലിൽ നിന്നുള്ള പ്രഷറും മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷറും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടന്റ് പ്രഷർ ഏതായിരിക്കും വരിക? ഏത് ഡയറക്ഷനിലായിരിക്കും? മേലോട്ടേക്ക് ആയിരിക്കും. കാരണം സോയിൽ പ്രഷറാണ് കൂടുതൽ. Okay, that is GF and hence main reinforcement is put along this face. അതായത് bottom face of the toe slab GF. Okay, GF ന് കറസ്പോണ്ടിങ് ആയിട്ട്, GF എന്ന് പറയുന്ന ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ടെൻഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ GF എന്ന് പറയുന്ന ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിന്റെ ഓരോ കമ്പോണൻസിന്റെ സ്ട്രക്ചറൽ ബിഹേവിയർ. ഓക്കെ, ഓരോന്ന് ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സോയിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കി വെച്ചേക്കണം. ഈ സ്ലാബിന്റെ സൈഡിലേക്ക് അത് മിനിമം ആണ്, അതുപോലെ ടോ സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് മാക്സിമം ആണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ടന്റ് കൂടുതൽ വരുന്നത് ഈ ടോ സ്ലാബിനോട് ചേർന്നിട്ടാണ് ആ റിസൾട്ടന്റ് ഫോഴ്സ് വരുന്നത്. ഓക്കെ.